ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നിറച്ച് മയിലുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൽ ഒരു മയിൽ ഫുള്ളായിട്ട് പീലൊക്കെ വിടർത്തി റോട്ടിൽ നിന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അപ്പോൾ ആ ഡാൻസ് ഞങ്ങൾ പോയിട്ട് നശിപ്പിച്ചു വിട്ടാ. കാരണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പാവം അത് അതിൻ്റെ ഡാൻസൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാർ അതൊക്കെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതുകൂടെ പോവാതെ വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് പോകുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അത്താണിയൊക്കെ കഴിഞ്ഞു. ഓരോരോ സ്ഥലത്തിൻ്റെ പേര് പറയാനായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇതുകൂടെ പോകുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഓരോരോ സ്ഥലത്തിൻ്റെ പേരായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അത്താണി അങ്ങനെ മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇവിടെ കുറേ പള്ളികളൊക്കെ കാണാറുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ പള്ളികളൊക്കെ കാണാറുണ്ട്. അതിൻ്റെ പേരുകളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഡെക്കാത്ലോണിലേക്കാണ്. അവിടെ കുറച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോഴൊന്നല്ല, 2 വർഷം മുന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കറക്റ്റായിട്ടുള്ള വഴി അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടും അതുമാതിരി ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എങ്ങനെയൊക്കെ പോയാലും ഡെക്കാത്ലോണിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് വഴി തെറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പ് നോക്കണ ടൈം കൊണ്ട് ഞാൻ കുറച്ച് മിഠായി പോയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഡെക്കാത്ലോണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുകൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഇറക്കത്തിലേക്കാണ് വഴി ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് അറിയാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി. പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് അവിടെ വെച്ചിട്ട് വണ്ടി തിരിക്കാനൊന്നും പറ്റില്ല. വളഞ്ഞ് തിരിഞ്ഞ് വീണ്ടും കറങ്ങി വരേണ്ടി വന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കാണാനും വേണ്ടി തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ അത്രയും അധികം പൈസയും കൊണ്ടിട്ടൊന്നും ആയിരിക്കില്ലല്ലോ പോകുന്നുണ്ടാവുക. പക്ഷെ ഒരുപാട് കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയിട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എന്താ പറയുക, കുറേ കാണാനുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ല. അപ്പോൾ കയറി ചെന്ന വശമുണ്ട ബോളുകൾ 299 രൂപയാണ് കേട്ടോ വെറും. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ 299, 199 ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ഓരോ സംഭവങ്ങളുടെ. പിന്നെ 69 ആ റേഞ്ചിലൊക്കെ വരുന്നത് കുഞ്ഞു ബോൾസാണ് കേട്ടോ. അതല്ലാതെയുള്ള സാധനങ്ങൾക്കൊക്കെ അതിൻ്റെ മീതയ്ക്കുള്ള റേറ്റുകൾ പ്രതീക്ഷിക്കണ്ടോ. 800, 900, 1000, 1200 അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതേ നമ്മൾ വലിയ ആൾക്കാർ തുണി ഉണക്കുന്ന സാധനം നമ്മൾ സാധാരണ മേടിച്ചിട്ട് തുണി ഉണക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളത് യൂസ് ചെയ്യുള്ളൂ എന്ന്. അതുമാതിരി യോഗ മാറ്റ് ഉണ്ട്, അത് നമ്മുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവം കണ്ടു, പക്ഷെ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാപ്പുകളൊക്കെ ഉണ്ട് കണ്ട 199 രൂപയ്ക്ക് ടീഷർട്ട് കിടക്കുന്നുണ്ട്. അതാണ് അവിടെ ഏറ്റവും വില കുറഞ്ഞൊരു സംഭവം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നടന്ന് ഒരുപാട് കാണാനുണ്ട്. കുറേ ഡ്രിങ്ക്സൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ഒരുപാട് കാണാനും എന്താ പറയുക, കാണുമ്പോൾ നമുക്കൊക്കെ മേടിക്കാനും തോന്നും കേട്ടോ. ഓരോ കുപ്പി, അത് വെള്ളം കുടിക്കുന്ന കുപ്പിയാണ്. കുപ്പിയുടെ റേറ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബോധം പോവും. സംഭവം നല്ല സാധനങ്ങളാണ്, മെറ്റീരിയൽസൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ അവിടെ ഇത് മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരുപാട് പൈസയായിട്ട് പോകണം. എന്നാലേ 2-3 സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് വല്ല ലോട്ടറി അടിക്കേണ്ടി വരും. അതല്ലാതെ പണിത് പൈസയായിട്ട് പോകേണ്ട കാര്യം കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംഭവം മേടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മെഡിസിൻ ബോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ മെഡിസിൻ ബോൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജിംബോൾ ഇരിക്കുന്നുണ്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഞാൻ സ്റ്റാർ മാജിക്കൊക്കെ കാണുമ്പോൾ അവർ ഗെയിമിനൊക്കെ യൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് തന്നെ റേറ്റ് കണ്ടപ്പോൾ തലകറങ്ങണ റേറ്റ് ആയിരുന്നു. പിന്നെ അതുമാതിരി കുഞ്ഞ് സംഭവങ്ങൾക്ക് പോലും നല്ല റേറ്റ് ഉണ്ട്. ഇതൊക്കെ ചെരുപ്പാണ്, നോർമൽ ചെരുപ്പാണ്. അതിൻ്റെ റേറ്റ് 199 രൂപയാണ്. ഇതൊക്കെ അതിനൊക്കെ കൂടിയതാണ് കേട്ടോ. 199ൻ്റെ സ്പെഷ്യലായിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സാധാരണ സ്ലിപ്പറാണ്. അതുപോലെ വെറൈറ്റി ഷൂസൊക്കെ ഉണ്ട് കണ്ട 1299 രൂപ. ഈ ലാസ്റ്റ് 9 എന്നുള്ളൊരു സംഭവം അവിടെ മെയിനാണ്. പിന്നെ അതുമാതിരി ഷട്ടിലുണ്ടായിരുന്നു. കണ്ടപ്പോൾ മേടിക്കാനൊക്കെ തോന്നിയിട്ടാണ്. പക്ഷേ അതിൻ്റെയൊക്കെ വില കേൾക്കുമ്പോഴാണ് ബോധം പോണ അവസ്ഥ വരുന്നത്. അതുമാതിരി അതും ഫുള്ളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി, നല്ല ഭംഗി. അതൊരിക്കലും എൻ്റെ ഫോണിൻ്റെ ഇതൊന്നല്ല, അവിടുത്തെ അത്രയും കളറാണ്. ഒരാൾ കാലൊക്കെ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ട് പോവാണ്. നമുക്കൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നോക്കി. നമ്മൾ ചോദിച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ രസം. കയ്യില്ലാത്ത ടീഷർട്ട് ചോദിച്ചു, അപ്പോൾ അതവിടെ ഇല്ല.
അതുമാതിരി മെഡിസിൻ ബോൾ ചോദിച്ചു, അതവിടെ ഇല്ല. പിന്നെ അവർ ഓൺലൈനിൽ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ഭയങ്കര റേറ്റാണ്. അവരുടെ കടയിൽ നിന്ന് തന്നെ ഓൺലൈനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായി പോയി. അത് കാരണം കൊണ്ട് അത് നമ്മളവിടെ വിട്ടു. 999. പിന്നെ സൈക്കിളുകൾ അനവധി സൈക്കിളുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വണ്ടനൊരു ഫാൻ കറങ്ങുന്നുണ്ട്. ആ പരിസരത്തുള്ള എല്ലാ ആൾക്കാർക്കും കാറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു വണ്ടൻ ഫാൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡാൻസ് ക്ലാസ്സിക്ക് അങ്ങനത്തെ ഫാൻ മേടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ടീച്ചേഴ്സിനും പാരൻസിനും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാറ്റ് കൊള്ളാം. പിന്നെ കുപ്പിയാണ് ഇവിടെ, വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് ഇവിടെ ഞാൻ വില കുറവിൽ കണ്ടൊരു സാധനം. 69 രൂപ. പിന്നെ അതുമാതിരി സോക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, 99 രൂപ ആ റേഞ്ചിൽ. അതുമാതിരി എന്തൊക്കെയോ ഓഫറിൻ്റെ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊന്നും മേടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നടന്ന് മടുത്തോ പോവുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരാളുണ്ട് ഭയങ്കര കറക്കല് അവിടെ ഇട്ടിട്ട്. അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നിട്ട് എനിക്ക് അത് ചെയ്യണ കണ്ടിട്ട്. ഞാൻ കുറച്ച് നേരം അവിടെ വന്നിട്ട് വീഡിയോ എടുത്തു. ആളിത് സിമ്പിളായിട്ടൊന്ന് കറക്കണ്ടായിരുന്നു. ഞാൻ എടുത്ത് നോക്കണൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കറക്കാനൊന്നും അറിയില്ല എന്നിട്ട്. പക്ഷെ ആളത് അടിപൊളിയായിട്ട് അവിടെ നിന്നിട്ട് അരക്കെട്ടിലിട്ട് കറക്കണ്ടായിരുന്നു, മറ്റേ സർക്കസരി കറക്കണ പോലെ. അങ്ങനെയൊക്കെ ഞാൻ അവിടെ നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ആകെ കൂടുതലൊരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാനൊന്നും പറ്റിയില്ല. അതുമാതിരി അവിടെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ 2 മനുഷ്യന്മാരെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒന്നും മേടിക്കാൻ പറ്റാതെ പോവുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ വന്ന് മേടിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രം തോന്നുന്നു ഒന്നും മേടിക്കാണ്ട് പോകുന്നത്. കാരണം ഒന്ന് നമ്മൾ ചോദിച്ച സാധനങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എടുക്കാൻ നോക്കിയ സാധനങ്ങൾക്കാണെങ്കിൽ ഒടുക്കത്തെ റേറ്റും. അങ്ങനെ ഞാൻ നടന്നു പോണ വഴിക്ക് ഒരാളോട് ഒന്ന് ഹായ് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞ ഹായ് ആണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ഹായ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ആൾ ഭയങ്കര ഡീസൻ്റായിട്ട് വേറെ ഹായ് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു വണ്ടി പോണതായിട്ട് കണ്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ടോറസ് അതുമാതിരി ഇങ്ങനത്തെ വണ്ടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ സമ്മതിക്കുക തന്നെ വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം എനിക്ക് എൻ്റെ 2 വീലർ തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഞങ്ങളൊന്നും കിട്ടാതെ തിരിച്ച് പോവുകയാണ്, മീൻസ് ഒന്നും മേടിക്കാതെ തിരിച്ച് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓട് കമ്പനി കണ്ടു കേട്ടോ. അപ്പം ഞാനത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുന്ന കാരണം കൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ പോവുകയാണ്. അങ്ങനെ തൃശ്ശൂർ എത്തി. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെയും കുറച്ച് കടകളിലൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരു കടയിൽ നിന്ന് നമുക്ക് മെഡിസിൻ ബോൾ കിട്ടി. പക്ഷേ അതിന് 1500 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അതിനും റേറ്റ് കുറവിലില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴി നമ്മൾ നറുനീണ്ടി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം കയറാറുള്ളൊരു കട തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കടയിൽ ചില്ലുകൂട്ടിൽ പലഹാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡയറ്റാണല്ലോ, അതുകൊണ്ട് ഞാൻ നറുനീണ്ടി സർബത്തിൽ മാത്രം ഒതുക്കി. അവിടുന്ന് അതൊക്കെ കുടിച്ച് നമ്മൾ പൊറോട്ട മേടിക്കാൻ വേണ്ടി വന്ന ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പുതിയ ഹോട്ടലാണ്. ഇവിടുന്ന് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ കയറിയതാണ്. അങ്ങനെ പൊറോട്ടയൊക്കെ മേടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.